തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കോടികളുടെ അഴിമതി 2.79 കോടിയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് കിട്ടിയിട്ടുണ്ട്. 24 എക്സ്ക്ലൂസീവ്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന വ്യാപകമായി വലിയ ക്രമക്കേടുകളാണ് കുറെ നാളുകളായി നടന്നു വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലും സ്ഥിതി സമാനമാണ്. പെരിങ്കടവിള ബ്ലോക്കിൽപ്പെട്ട വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ കോടികളുടെ അഴിമതി നടന്നുവെന്നതാണ് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ റിപ്പോർട്ട്. തൊഴിലുറപ്പ് ഓംബുഡ്സ്മാന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ പ്രഥമദൃഷ്ട്യാ കണ്ടെത്തിയത് 2.79 കോടി രൂപയുടെ ക്രമക്കേട്. മെറ്റീരിയൽ വർക്കിലാണ് കോടികളുടെ അഴിമതി. സാധനം സപ്ലൈ ചെയ്യുന്ന വെണ്ടർമാർ തന്നെയാണ് വർക്കുകളും ചെയ്യുന്നത്. എംബുക്കിലെ രേഖപ്പെടുത്തലുകൾ അനുസരിച്ചല്ല തുകകൾ നൽകിയത്. ഭൂരിപക്ഷം വർക്കുകൾക്കും ഒരു വർക്കിന് 2 ടെൻഡർ എന്ന രീതിയിലാണ് ടെൻഡർ നടപടിക്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. ഓഡിറ്റ് നടന്നപ്പോൾ നൽകിയ എൻക്വയറി നോട്ടുകൾക്ക് കൃത്യമായ വിശദീകരണം നൽകാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. മനഃപൂർവ്വമല്ലാത്ത അപാകതയിലാണ് 2.79 കോടി രൂപ തൊഴിലുറപ്പ് ഫണ്ടിലും 39,000 രൂപ സർക്കാരിനും നഷ്ടമായതെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വാദം. എന്നാൽ ഈ തുക കാരണക്കാരായവരിൽ നിന്ന് ഈടാക്കണമെന്ന് തൊഴിലുറപ്പ് ഓംബുഡ്സ്മാൻ ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർക്ക് നിർദ്ദേശം നൽകി. ക്രമക്കേട് സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കണമെന്നും ശുപാർശയുണ്ട്. പ്രാഥമിക പരിശോധനയിൽ മാത്രം കണ്ടെത്തിയതാണ് 2.25 കോടിയുടെ ക്രമക്കേട്. സാങ്കേതിക വിഭാഗം വിശദമായ പരിശോധന നടത്തിയാൽ അഴിമതി തുക ഇരട്ടിയാകുമെന്നാണ് വിവരം. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.